ഇത്തവണ നമ്മുടെ റമദാൻ നല്ല ചൂടുള്ള സമയത്തായിരുന്നു അല്ലേ? ശക്തമായ ചൂടുള്ളപ്പോഴും ദാഹിച്ച് വലഞ്ഞു നിൽക്കുമ്പോഴും നല്ല തണുത്ത വെള്ളം മുമ്പിൽ കാണുമ്പോഴൊക്കെ നമ്മുടെ നോമ്പിനെ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടി. എൻ്റെ നോമ്പ് നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറല്ല. എത്ര ദാഹിച്ചാലും എത്ര തളർന്നാലും എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ ഈ നോമ്പ് കംപ്ലീറ്റ് ആക്കുമെന്ന ബോധ്യത്തിൽ നമ്മളൊക്കെ നോമ്പ് പിടിച്ചവരാണല്ലേ. അങ്ങനെ ഈ നോമ്പിൻ്റെ അവസാനം എത്തുമ്പോൾ ഒരമല് കൊണ്ട് നമ്മുടെ നോമ്പ് മുഴുവൻ തകർന്നു പോയാലോ? അതായത് ഈ നോമ്പ് മുഴുവൻ പിടിച്ചിട്ടും ഇതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതിൻ്റെ അവസാനം ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫിത്ർ സക്കാത്ത് കൊടുക്കാതെ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. എന്താണ് ഫിത്ർ സക്കാത്ത്? എത്ര കൊടുക്കണം? ആർക്ക് കൊടുക്കണം? എങ്ങനെ കൊടുക്കണം? ആരാണ് കൊടുക്കേണ്ടത്? എവിടെയാണ് കൊടുക്കേണ്ടത്? ഇനി ഒരു വീഡിയോ നമ്മൾ കാണേണ്ട ഒരു ആവശ്യം വരാത്ത രീതിയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിശദീകരിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പെരുന്നാൾ രാവാണെങ്കിൽ പെരുന്നാളിൻ്റെ രാത്രി പ്രാർത്ഥനയ്ക്കുത്തരമുള്ള രാത്രിയാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, പെരുന്നാൾ രാവ് ചെറിയ പെരുന്നാളിൻ്റെയും വലിയ പെരുന്നാളിൻ്റെയും ഒക്കെ രാത്രി പ്രാർത്ഥനയ്ക്കുത്തരമുള്ള രാത്രിയാണ്. ഈ പ്രാർത്ഥനയ്ക്കുത്തരമുള്ള രാത്രിയിൽ എന്താണ് അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിക്കേണ്ടത്? എങ്ങനെയാണ് പെരുന്നാൾ രാവ് മനോഹരമാക്കേണ്ടത്? ഹൃദ്യമായി നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു റബ്ബുൽ ആലമീൻ റമളാൻ അനുകൂലമായി തീർന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാ. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിരുന്നു, റസാ വ്ളോഗ്സ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? അതിൽ വന്ന കമൻസൊക്കെ സത്യം പറഞ്ഞാൽ വല്ലാഹി കണ്ണുകളെ ഈറനണിയിപ്പിച്ചു. കാരണം പല ആളുകളും പറഞ്ഞു, ഉസ്താദേ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ അൽഹംദുലില്ലാ പറഞ്ഞു തുടങ്ങിയപ്പോൾ വല്ലാത്ത മാറ്റമാണ് ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത്. അവരുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അൽഹംദുലില്ലാ. ഇനിയും ഒരുപാട് കാലം ഈ ഒരു ബോധ്യത്തിലായി തുടരാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആദ്യം തന്നെ നമ്മൾ പറയാൻ മനോഹരമായൊരു ടോപ്പിക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സൗമു ശഹ്രി റമദാൻ മാസത്തിലെ നോമ്പുണ്ടല്ലോ, മുഅല്ലഖും ബൈന സ്സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ മധ്യം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോവില്ല, അതിങ്ങനെ സ്റ്റക്കായി നിൽക്കും. ലാ യുർഫഉ ഇല്ലാ ബി സകാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് കൊടുത്താലല്ലാതെ അത് ഉയർന്നു പോവില്ല. ഫിത്ർ സക്കാത്തിൻ്റെ അവകാശികളുടെ നോമ്പ് അതിങ്ങനെ സ്റ്റക്കായി നിൽക്കും ആകാശത്തിൻ്റെയും ഭൂമിയുടെ ഇടയിൽ. ഫിത്ർ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉയർന്നു പോകും, ഇല്ലെങ്കിൽ അത് ഉയർന്നു പോകില്ല, അത് സ്വീകരിക്കപ്പെടില്ല എന്നാണ്. യാ അല്ലാ, ചിന്തിച്ചു നോക്കിയേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര കഷ്ടപ്പെട്ട നോമ്പ് പിടിച്ചത്. നല്ല ചൂടുള്ള സമയത്തും ചിലപ്പോഴേക്ക് 4 മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരിങ്ങനെ ജ്യൂസും ഷെയ്ക്കും ഒക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഭയങ്കര ദാഹം. ഈ ദാഹമൊക്കെ കൺട്രോൾ ചെയ്ത് നിന്നിട്ട് അതൊക്കെ ഉണ്ടാക്കൽ ഭയങ്കര ഹിമ്മത്ത് തന്നെ വേണം. പുരുഷന്മാർ പലപ്പോഴും അത് അറിയണില്ല. അവർ ചിലപ്പോൾ റൂമിലായിരിക്കും, വർക്കിലായിരിക്കും. ഈ ഭക്ഷണ സാധനങ്ങളുമായിട്ട് റമദാൻ മാസത്തിൽ ഇടപഴകുമ്പോൾ, പ്രത്യേകിച്ച് ചൂട് കാലത്ത് റമദാനിൽ ഇടപഴകുമ്പോൾ ഭയങ്കര ക്ഷമ വേണം. ശരിയാണ് അല്ലേ? നല്ല നാരങ്ങ വെള്ളം അടിയുമ്പോൾ, നല്ല കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ, നല്ല ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ദാഹിച്ച് ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. ആ ചൂടത്ത് ആ ഒരു ശക്തമായ ഹ്യൂമിഡിറ്റി കൊണ്ടൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് സർവൈവ് ചെയ്ത് വരണമെങ്കിൽ എത്ര പാടാണ് അല്ലേ? അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഇതൊക്കെ മാറ്റിവെച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? റബ്ബുൽ ആലമീന് വേണ്ടിയിട്ടാണ്. ഈ റമദാൻ ഒന്ന് സ്വീകരിക്കണം, ആ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിൽ ഒന്ന് കടക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ്. പക്ഷേ ഈ റമദാൻ സ്റ്റക്കായി നിൽക്കും, സ്വീകരിക്കപ്പെടില്ല. ഇതുവരെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് വരെ. ഫിത്ർ സക്കാത്ത് കൊടുക്കാതെ അവരുടെ റമദാൻ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പിൻ്റെ കൂലി കിട്ടൂല, കൂലിയില്ലാത്തവർ നോമ്പായത് മാറാണ്. അപ്പോൾ ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? എപ്പോഴാണ് കൊടുക്കേണ്ടത്? അല്ലേ? ആരാ കൊടുക്കണ്ടേ? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. എങ്ങനെയുള്ള മുസ്ലിംകൾ? തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും വീട്, ഭക്ഷണം, വസ്ത്രം എന്നിവ കഴിച്ചിട്ട്, എത്ര ദിവസത്തെ വീടും വസ്ത്രം? ഈ 24 മണിക്കൂർ, പെരുന്നാളിൻ്റെ രാവും പകലും. അതായത് തനിക്കും താൻ ചിലവ് കൊടുക്കുന്നവർക്കും പെരുന്നാളിൻ്റെ രാവും പകലിലേക്കും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇത് 3 കഴിച്ചിട്ട് ബാക്കി അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി. ഫിത്ർ സക്കാത്ത് കൊടുക്കാനായിട്ട് ഭയങ്കര കോടീശ്വരനൊന്നാവണ്ട.
ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല പൈസ ഉള്ള ഒരു ഫിത്ർ സക്കാത്ത് കൊടുത്താൽ മതി എന്നാണ്. അല്ലല്ലല്ല. ചിലപ്പോൾ ഫിത്ർ സക്കാത്ത് ഇങ്ങനെ മേടിച്ച് ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധം ഒന്നുമില്ലാത്തവരാണെങ്കിൽ പോലും. അതായത് 24 മണിക്കൂർ ടൈമിൻ്റെ അത് ചിന്തിച്ച് നോക്കുക. നമുക്ക് താമസിക്കാനൊരു വീടുണ്ട്, ഓക്കെ. പിന്നെ വേറൊരു ഷെൽട്ടറിൻ്റെ ആവശ്യമില്ല. വസ്ത്രം ഉണ്ട് ഉടുക്കാനായിട്ട്, ഓക്കെ. പിന്നെ ഭക്ഷണവും കഴിച്ചിട്ട് ആ 24 മണിക്കൂറിൻ്റെ അകത്ത് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് ആ പണം കൊണ്ട് ഫിത്ർ സക്കാത്ത് വീടാൻ പറ്റുന്ന പണം നമ്മുടെ കയ്യിലുണ്ടോ, നമ്മൾ നിർബന്ധ ബാധ്യസ്ഥനാണ്. കൊടുത്തില്ലെങ്കിൽ നമുക്ക് റമളാനിൻ്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കില്ല. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആർക്കാണ് കൊടുക്കേണ്ടത് സക്കാത്തിൻ്റെ അവകാശികൾക്കാണ്. വിശുദ്ധ ഖുർആനിൽ 8 വിഭാഗങ്ങളെ പരാമർശിക്കുന്നുണ്ട് അല്ലേ? ഫക്കീർ, മിസ്കീൻ, അതുപോലെ തന്നെ ഹലാലായ കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഹലാലായ കാര്യത്തിന് കടമെടുത്ത് പെട്ടുപോയവർ, അതുപോലെ തന്നെ പുതുവിശ്വാസിയായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞവരല്ല, പുതുവിശ്വാസിയായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ ഈമാനം ഉറക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉടനെയുള്ള ആളുകൾ, അവർക്ക് അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കൂടുതലും ഫക്കീർ, മിസ്കീൻ തന്നെ ധാരാളം ഉണ്ടാവും അല്ലേ? അപ്പോൾ അർഹരായ ആളുകളിലേക്ക് മാത്രം ഫിത്ർ സക്കാത്ത് കൊണ്ടു ചെന്ന് കൊടുക്കുക. എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ അയലോക്കത്തുള്ളവരല്ലേ, ഇച്ചിരി പൈസ ഉണ്ടെങ്കിലും സാരല്ല അങ്ങോട്ട് കൊടുക്കുക എന്ന നിലക്ക് സമ്പന്നന്മാരുടെ ഈ പറഞ്ഞ ലിസ്റ്റിൽ പെടാത്ത ആളുകളിലേക്ക് ഫിത്ർ സക്കാത്ത് കൊണ്ടുപോയി കൊടുത്താൽ അത് സക്കാത്താവില്ല, അത് വെറും സ്വതക്കയായും പരിണമിക്കും എന്നുള്ളതാണ്. സക്കാത്തിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ ഖുർആൻ പറഞ്ഞ 8 വിഭാഗങ്ങൾക്ക് തന്നെ സക്കാത്തിൻ്റെ അവകാശികൾക്ക് തന്നെ കൊടുക്കണം. മനസ്സിലായോ? എന്ത് കൊടുക്കണം? ഒരു നാട്ടിലെ മുഖ്യ ആഹാരം എന്താണോ അതാണ് കൊടുക്കേണ്ടത്. ഓരോ നാട്ടിലും മുഖ്യ ആഹാരം, ഇപ്പോൾ ഉത്തരേന്ത്യയിലാണെങ്കിൽ ഗോതമ്പാണ്, നമ്മുടെ നാട്ടിലാണെങ്കിൽ അരിയാണ് അല്ലേ? ഇപ്പോൾ ഒരാൾ പറയണേ എനിക്ക് അരി വേണ്ട, എനിക്ക് ഗോതമ്പ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ എന്താണോ മുഖ്യ ആഹാരം അതാണ് കൊടുക്കേണ്ടത്. ചില ആളുകൾ പറയും ഇപ്പം എന്തോരം അരി കിട്ടുന്നു, പൈസ കൊടുത്താൽ പോരെ? പറ്റൂല. ശാഫിഈ മദ്ഹബ് പ്രകാരം പൈസ കൊടുത്താൽ പറ്റില്ല, അരി തന്നെ കൊടുക്കണം നമ്മുടെ മദ്ഹബിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇപ്പോൾ ചില വീടുകളിലൊക്കെ അൽഹംദുലില്ലാ ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിലും. എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർ പറയും ഉസ്താദേ കഴിഞ്ഞ റമദാനിക്ക് കിട്ടിയ അരിയാണ്, ഈ റമദാൻ എത്തിയപ്പോഴാണ് തീർന്നേ. അൽഹംദുലില്ലാ. അങ്ങനെ പറയുന്ന മനുഷ്യരുണ്ടെന്നേ. നമ്മൾ ഈ കൊടുക്കുന്ന അരി കൂടുതലാണെങ്കിൽ അവരുകൊണ്ട് കളയുന്നില്ല. അതൊരു അവരുടെ കയ്യിൽ ഇരുന്നിട്ട് ആ അരിക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുന്നൊരവസ്ഥ അവർക്കില്ല. പല കുടുംബങ്ങളും അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എത്ര കുടുംബങ്ങളിൽ അങ്ങനെ കാണാം നമുക്ക്. അതുകൊണ്ട് തന്നെ അരി മുഖ്യ ആഹാരമാണ് നമ്മുടെ. അരിയില്ലാതെ, ചോറില്ലാതെ, ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാതെ പ്രയാസമാണ് മലയാളികൾക്ക് മുമ്പോട്ട് പോകാൻ അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അരി കൊടുക്കുക. ഏതരി കൊടുക്കണം? നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന അരികളിൽ ക്വാളിറ്റി ഉള്ള അരി ഏതാണ്, ആ ക്വാളിറ്റി ഉള്ളത് കൊടുക്കുക. അതായത് കൊടുക്കുന്നത് സക്കാത്താണ്. ആ സക്കാത്ത് കൊടുക്കുമ്പോൾ ക്വാളിറ്റി ഉള്ളത് തന്നെ കൊടുക്കണം. പിന്നെ പല ആളുകളും ചോദിച്ചു ഉസ്താദെ സയ്യിദന്മാർക്ക്, തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ്. തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. കാരണം അവർ സക്കാത്തിൻ്റെ അവകാശികളല്ല. പാവപ്പെട്ട തങ്ങളാണെങ്കിലും സക്കാത്ത് എന്ന നിലയിൽ തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ വിയർപ്പാണ്. നമ്മുടെ വിയർപ്പ് സയ്യിദന്മാർക്ക്, മുത്തുനബി തങ്ങളുടെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റിയതല്ല. അവർക്ക് സക്കാത്ത് എന്ന നിലയിൽ കൊടുക്കേണ്ട. നമ്മൾ ഹദിയയായോ സ്വതക്കയായോ എന്തോരം വേണമെങ്കിലും അവർക്ക് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. ഏറ്റവും നല്ലത് ഹദിയ കൊടുക്കലാണ്. ഹദിയ എന്ന നിയത്തിൽ കൊടുക്കുക. അപ്പോൾ ആ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തുക. അതോടൊപ്പം അമുസ്ലിംകൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ എൻ്റെ അയൽവാസി ഒരു ക്രിസ്ത്യാനിയാണ്, ഹൈന്ദവനാണ്, കൊടുക്കാൻ പറ്റുമോ? അവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അയൽവാസികൾ ഏത് മതക്കാരനാണെങ്കിലും അവർക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാം, നല്ല അരി കൊടുക്കാം. പെരുന്നാൾ രാവല്ലേ, പെരുന്നാളിൻ്റെ പകലല്ലേ, അവർ പ്രയാസം അനുഭവിക്കുന്നവരാണ്, നമുക്ക് എന്തെങ്കിലും സഹായിക്കണ്ടേ? നിങ്ങൾ ഫിത്ർ സക്കാത്തിൻ്റെ അരി ഒരു കിറ്റല്ലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അവർ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാക്ക് വരെ കൊടുക്കാം. ഒരു ചാക്കല്ല, ഒരു ലോഡ് വരെ ഇറക്കി കൊടുത്തു, ഒരു കുഴപ്പമില്ല. കാരണം അവരെ സ്നേഹിച്ചാൽ നമുക്ക് കൂലി കിട്ടും. പക്ഷേ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്ന ആ സക്കാത്ത് അത് കൊടുത്താൽ വീടണമെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് തന്നെ കൊടുക്കണം. നമ്മുടെ അടുത്തുള്ള ആളുകൾ ചിലപ്പോൾ അയൽവാസി എന്തായിരിക്കും, വേറെ മതസ്ഥനായിരിക്കും, അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. അവർക്ക് അതേ അരി തന്നെ ഫിത്ർ സക്കാത്തിൻ്റെ നെയ്യത്തില്ലാതെ വേണമെങ്കിൽ സ്വതക്കയായി കൊടുക്കാം, ഹദിയയായി കൊടുക്കാം. അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഫിത്ർ സക്കാത്ത് അത് മുസ്ലിംകളിൽപ്പെട്ട സക്കാത്തിൻ്റെ അവകാശികൾക്ക് തന്നെയാകണം എന്നുള്ളത് നിർബന്ധ ബാധ്യതയായ കാര്യമാണ്. പറഞ്ഞത് ക്ലിയറായോ? അല്ല ഉസ്താദേ അയൽവാസികൾ പാവപ്പെട്ട ഒരു ഹിന്ദു മതക്കാർ, നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. എല്ലാ മതസ്ഥർക്കും എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഓരോ മതത്തിനും ആ മതം നിശ്ചയിച്ച ചില പരിധികളുണ്ടാവും. അത് ആ മതത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തിന് ചില നിയമങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് സക്കാത്തിൻ്റെ അവകാശികളായ മുസ്ലിംകൾക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇതര മതസ്ഥരായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേറെ ആ അരി തന്നെ ഫിത്ർ സക്കാത്ത് എന്നുള്ള നെയ്യത്ത് വേണ്ട, അല്ലാതെ കൊടുക്കാം. വേറെ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാം. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. എത്ര കൊടുക്കണം?
ഒരു സാഴ കൊടുക്കണം. ഒരു സാഴ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്, 4 മുദ്ദ്. എത്ര കൊടുക്കണം അരി? അതിലാണ് മൊത്തത്തിൽ കൺഫ്യൂഷൻ അല്ലേ. ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കാറാകുമ്പോഴത്തേക്ക് ഓരോരോ വീഡിയോസ് കണ്ട് ഓരോ ഉസ്താദ്മാരുടെ അടുത്ത് ചോദിച്ച് വലിയ പ്രശ്നമാണ്, കൺഫ്യൂഷനാണ്, തർക്കങ്ങളാണ്. തർക്കമൊന്നും വേണ്ട. ഇത് സാഴ് അളവാണ്, ഒരു സാഴാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതൊരിക്കലും തൂക്ക കണക്കല്ല, ലിറ്ററാണ് ഇതിൻ്റെ അളവ്. അതായത് ഒരു സാഴ് എന്ന് പറഞ്ഞാൽ 3,200 ലിറ്ററാണ്. 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ് അതിൽ വരിക. അങ്ങനെ ലിറ്റർ അളവിൽ ഈ മുദ്ദ് പാത്രം 4 മുദ്ദാണ് ഒരു സാഴ എന്ന് പറയുന്നത്. ഈ മുദ്ദ് സാഴ എന്നൊക്കെ പറയുന്നത് ഒരളവ് പാത്രമാണ്. ഈ അളവ് പാത്രത്തിൽ നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഓരോ അരിയുടെയും അളവിലും തൂക്കത്തിലും വ്യത്യാസം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ജയ അരിയുടെ തൂക്കാവില്ല സുരേഖ അരിക്ക് ഉണ്ടാവുക, സുരേഖ അരിയുടെ തൂക്കാവില്ല മട്ട അരിക്ക് ഉണ്ടാവുക, അതിൻ്റെ തൂക്കാവില്ല പുഴുക്കലരിക്ക് ഉണ്ടാവുക. ഓരോ അരിയുടെയും തൂക്കം വ്യത്യസ്തമാണ്. പറഞ്ഞത് ക്ലിയറായോ? ഇപ്പോൾ ഒരിടയ്ക്ക് ജയ അരി തൂക്കിയപ്പോൾ 2,920 കണ്ടു. അതുപോലെ തന്നെ വേറെ ചില അരി തൂക്കിയപ്പോൾ 2,700 കണ്ടു. ഒരരി തൂക്കിയപ്പോൾ 2,500 കണ്ടു. അപ്പോൾ ചിലർ പറയാറുണ്ട് 2.5 കിലോ കൊടുത്താൽ മതി, ഏലപ്പുറമൊന്നും കൊടുക്കണ്ട. ഏതരിയാണെന്ന് നോക്കാതെ 2.5 കിലോ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്ത് വിടൂല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സക്കാത്തല്ലേ, അതിന് കൂലി അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേ. ഈ 3/4 കിലോ കണക്കാക്കി കൊടുക്കണതിന് പകരം 2.25 അങ്ങനെ വാശി പിടിക്കണതിനും പകരം ഒരു 3 കിലോ അങ്ങ് ഫിക്സ് ആക്കി കൊടുത്താൽ പ്രശ്നം അവിടെ തീർന്നു. 3 കിലോൻ്റെ അപ്പുറത്തേക്ക് വരുന്ന അരിയൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇനി ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണഗതിയിൽ കിട്ടുന്ന അരി കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 3 കിലോയുടെ അകത്ത് മാക്സിമം നിൽക്കുന്നതാണ്. അപ്പോൾ ഏതരിയാണെങ്കിലും ഒരു 3 കിലോ കണക്കാക്കിയിട്ട് നമ്മൾ കൊടുത്തു. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സംശയത്തിനിടയില്ല, നമ്മുടെ മനസ്സിലൊരു വസ്വാസം ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു 2,700 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇച്ചിരി കൂടുതൽ കൊടുത്തു, അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലേ, ഇബാദത്തല്ലേ, പടച്ച റബ്ബല്ലേ പ്രതിഫലം നൽകുന്നവൻ. അപ്പോൾ അതിൽ സംശയത്തിൻ്റെ ആവശ്യമില്ല. 2.5 കിലോയാണ് കഴിഞ്ഞ പോലെ 2.5 കിലോ ആണ് കൊടുത്തത് എന്ന് പറഞ്ഞ് തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ അരിയുടെയും തൂക്കത്തിലും മറ്റു കാര്യത്തിലൊക്കെ വ്യത്യസ്തത ഉണ്ടാകും. ഇന്ന് നമ്മൾ ഈ കൊല്ലം തൂക്കുന്ന അരിയുടെ അളവ് തന്നെ അടുത്ത കൊല്ലം അതേ അരി തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അളവ് കൂടുതലുണ്ടാകും. മനസ്സിലാകുന്നുണ്ട്? അത് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് വരുന്ന ആ ഒരു തടിയും മുഴുപ്പും ഒക്കെ അനുസരിച്ച് വ്യത്യസ്തത അതിനുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇപ്പോൾ മാക്സിമം 3 കിലോ നമ്മൾ കണക്കാക്കി അങ്ങ് കൊടുത്തോ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മുടെ ഫിത്ർ സക്കാത്ത് മനോഹരമായി തീരും. ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത്? അതിലും ചില ആളുകൾ സംശയമുണ്ട്, എപ്പോൾ കൊടുക്കാം? റമദാൻ 1 മുതൽ കൊടുക്കാം ഉസ്താദേ. കൊടുക്കാം. റമദാൻ 1 മുതൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുത്തു തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിർബന്ധമാകുന്നത് എപ്പോഴാണ്? ഏറ്റവും ശ്രേഷ്ഠമായ സമയവും ശവ്വാൽ 1 പിറ കണ്ടത് മുതലാണ്. അതായത് പെരുന്നാളിൻ്റെ രാവ് പിറ കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ്, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ഇനി ആരെങ്കിലുമൊക്കെ നമുക്ക് പ്രത്യേകം വരാനുണ്ട്, കുടുംബക്കാരൊക്കെ വരാനുണ്ട്, അങ്ങനെയാണെങ്കിൽ അന്നത്തെ വൈകുന്നേരം വരെ മഗ്‌രിബിന് മുമ്പ് വരെ പിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അകാരണമായി ഒരു കാരണവുമില്ലാതെ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം മാറ്റിവെക്കൽ കറാഹത്താണ്. ആ ദിവസം കടന്നുപോകൽ കുറ്റകരവുമാണ്, ഖളാ ആയി പോകുന്ന കാര്യവുമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ശവ്വാലിൻ്റെ പിറ കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് കയറുന്നത് വരെയുള്ള ടൈമാണ്. ആ സമയം കൂടെ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. ഇനി എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത്? 2 തരത്തിൽ വിതരണം ചെയ്യാം. ഒന്ന്, സ്വയം നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഏറ്റവും നല്ലത് അതാണ്. കാരണം ഓരോ ചവിട്ടടിക്കും നമുക്ക് പ്രതിഫലമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ തരിക. സ്വയം നമ്മൾ തന്നെ നമ്മുടെയും മക്കളുടെയും വാപ്പാടെയും ഉമ്മാടെയും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയുടെ ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക, ഒരു കുഴപ്പമില്ല. രണ്ടാമത്തത് മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കലാണ്. മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കാം. അതും വക്കാലത്ത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് പല കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റികളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇസ്ലാം പറഞ്ഞ സക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് അത് ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ആ രാജാവാൽ നിയമിക്കപ്പെടുന്ന സക്കാത്ത് കളക്ട് ചെയ്യാനുള്ള ഒരു സംഘമാണ്. ആ സക്കാത്ത് കമ്മിറ്റിക്ക് കൊടുക്കുക. പക്ഷേ ഇത് ഇസ്ലാമിക രാജ്യമല്ല. ഇവിടെ സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ആ പൈസ കൊണ്ട് അവരുടെ സംഘടന വളർത്താനും TV ചാനൽ വളർത്താനും ഒക്കെ നടക്കുന്നതാണ്. അവരുടെ സംഘടന വളർത്താണ് പല പൈസ കൊണ്ടും. അല്ലാതെ അവർ അള്ളാഹുവിൻ്റെ യഥാർത്ഥ സക്കാത്തിൻ്റെ അവകാശികളിലേക്ക് മുഴുവൻ പൈസയും എത്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നേരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് വ്യക്തിയെ കേന്ദ്രീകരിച്ച് ആരുടെയെങ്കിലും കയ്യിൽ ഇതെൻ്റെ സക്കാത്താണ് നിങ്ങളെ വക്കാലത്ത് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നെയ്യത്ത് ചെയ്ത് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ സക്കാത്ത് പിന്നെ അത് അവരും അള്ളാഹുവും തമ്മിലായിക്കോളും. അവരത് കൊടുത്ത് വിട്ടാൽ അവരുടെ മേൽ ബാധ്യതയാണ്. ഇനി നിയ്യത്ത് വെക്കണം. നിയ്യത്ത് നിർബന്ധമാണ്. എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഒന്നുകിൽ നമ്മുടെ ഫിത്ർ സക്കാത്ത് എടുത്ത് മാറ്റി വെക്കുമ്പോൾ നമുക്ക് നിയ്യത്ത് ചെയ്യാം. ഇത് മനസ്സിൽ കരുതുക, ഇതെൻ്റെ നിർബന്ധ ബാധ്യതയായ ഫിത്ർ സക്കാത്താണ്, ഇതെൻ്റെ ഭാര്യയുടെ നിർബന്ധ ബാധ്യതയായ ഫിത്ർ സക്കാത്താണ്, ഇതെൻ്റെ മകൻ്റെ നിർബന്ധ ബാധ്യതയായ ഫിത്ർ സക്കാത്താണ്. അങ്ങനെ നിയ്യത്ത് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യാം. രണ്ടാമൊരു സമയത്ത് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഏതമലും സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് അത്യാവശ്യമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് കൊടുക്കേണ്ടത്?
കൊടുക്കേണ്ടത് എവിടെയാണ്? ഷവ്വാലിൻ്റെ പിറ കാണുന്ന സമയത്ത് നമ്മൾ എവിടെയാണുള്ളത്? ആ നാട്ടിലാണ് കൊടുക്കേണ്ടത്. ആ നാട്ടിൽ ആരുമില്ലെങ്കിലാണ്, ഈ സക്കാത്തിൻ്റെ അവകാശികളായി ആരുമില്ലെങ്കിലാണ് മറ്റൊരു നാട്ടിലേക്ക് നമുക്ക് നഖൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ചിലർ ചോദിക്കും, ഉസ്താദെ നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ടവരിലേക്ക് കൊടുക്കണം. പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, പക്ഷെ ഒരു വട്ടം കൂട്ടിയെത്തിക്കാൻ പറ്റണില്ല. പറ്റ പാവപ്പെട്ടവരായിക്കൊള്ളണമെന്നൊന്നുമില്ല, അത് ഫക്കീറാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. 100 രൂപ ആവശ്യമുള്ളിടത്ത് 90 രൂപ ഡെയിലി കിട്ടുന്നുണ്ട്. എല്ലാം കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, പക്ഷെ ഒരു സേവിങ്സ് ആയിട്ട് വെക്കാനോ ഒന്നും കൂട്ടിമുട്ടിക്കാനോ ഇല്ലാത്ത ആളുകൾ, ഒരു മിഡിൽ ഫാമിലികളുണ്ടല്ലോ, അവർക്കൊക്കെ സക്കാത്തിൻ്റെ അവകാശികളാണ്. അവർക്ക് ഈ ഫിത്ർ സക്കാത്ത് അവർക്കും കൊടുക്കാവുന്നതാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, കൊടുക്കാവുന്നതാണെന്നല്ല, അവർക്കും കൊടുക്കേണ്ടതാണ്. ഇനി നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കുടുംബക്കാരുണ്ടെങ്കിൽ ആ കുടുംബക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഏത്? അവകാശികളായ കുടുംബക്കാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കൊടുക്കണം. അവകാശികളായ അയൽക്കാർ നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കൊടുക്കണം, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക. ഇനി അവകാശികളായ കുടുംബക്കാർ നമ്മുടെ നാട്ടിലില്ല എങ്കിൽ അവകാശികളായ സാധാരണക്കാർ നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടാവുമല്ലോ, അവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ഇത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന മനോഹരമായ സക്കാത്താണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ റമളാൻ മനോഹരമായി അള്ളാഹുവാൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ, റമളാൻ അനുകൂലമായി തീരണമെങ്കിൽ ഈ ഫിത്ർ സക്കാത്ത് എന്ന കടമ്പ നമ്മൾ മറക്കാൻ പാടില്ല. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം. ഇനി കടന്നു വരുന്നത് പെരുന്നാൾ രാവാണെങ്കിൽ, ഇല്ല ഇന്ന് പിറ കണ്ടാൽ നാളെ നമുക്ക് പെരുന്നാളാണ്, പിറ കണ്ടില്ലെങ്കിൽ മറ്റന്നാളാണ്, അല്ലേ? പിറ കാണുകയാണെങ്കിൽ കടന്നു വരുന്നത് പെരുന്നാൾ രാവാണ്. അപ്പോൾ ആ പെരുന്നാൾ രാവ് എന്ന് പറഞ്ഞാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള രാത്രിയാണ്. അള്ളാഹു എന്ത് ചോദിച്ചാലും തരുന്ന രാത്രിയാണ്. അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാതെ, ഇസ്ലാം അനുശാസിക്കാത്ത തരത്തിൽ അതിരുവിട്ട ആഘോഷങ്ങളിലേക്ക് പോകാതെ, അള്ളാനെ മറക്കുന്ന തോന്നിവാസങ്ങളിലേക്ക് പോകാതെ ഇബാദത്തുകളിലായിരിക്കുക. കുടുംബവുമായി സന്തോഷം പങ്കിടുക, അതിനൊന്നും ഇസ്ലാമിൽ തടസ്സമില്ല കേട്ടോ. ആ സന്തോഷം പങ്കിടുമ്പോഴും അതിര് വിടാതിരിക്കുക. റമളാൻ കഴിഞ്ഞ ഉടൻ തന്നെ ഇനി എന്ത് ഹറാമായിക്കോട്ടെ, ആ ഒരു ചിന്തയൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഹലാലായ രീതിയിലൊക്കെ ആഘോഷിക്കുക. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക, അതുപോലെ തന്നെ മഗ്രിബും ഇശാവും ഒക്കെ ജമാഅത്തായി നിസ്കരിക്കുക, സുന്നത്തുകൾ നിർവഹിക്കുക, ധാരാളം ദുആ ചെയ്യുക. നമുക്കറിയുന്ന ദുആകൾ തന്നെ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഈ ദുആ തന്നെ ദുനിയാവ് ആഖിറൊക്കെ നേടിത്തരുന്ന ദുആയാണ്. മനോഹരമായി ധാരാളം തവണ ചൊല്ലുക. അല്ലാഹു റബ്ബുൽ ആലമീൻ റമളാൻ അനുകൂലമാകുന്ന, ചെറിയ പെരുന്നാൾ അനുകൂലമാകുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി പിറ കാണുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊരു വീഡിയോ ചെയ്യാം. കാരണം നമ്മുടെ നാളത്തെ പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് വിശദമായിട്ട് നമുക്ക് പറയാം കേട്ടോ. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് അസറിന് ശേഷം നമുക്ക് റമളാൻ വിട പറയുകയാണോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അസറിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് ചെറിയൊരു മജ്ലിസ്, ഒരു അരമണിക്കൂർ മാത്രമുള്ളൊരു മജ്ലിസ് നമുക്ക് വേണം. അതിൽ കുറച്ച് അദ്കാറുകളൊക്കെ ചൊല്ലി റമളാൻ അനുകൂലമാകാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്യണം. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ സമ്മാനത്തിനുള്ള ഇന്നത്തെ ചോദ്യം, ഒരു സൂറത്തിൽ തിലാവത്തിൻ്റെ 2 സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. അതേത് സൂറത്താണ്? ഒരു സൂറത്തിൽ തന്നെ തിലാവത്തിൻ്റെ 2 സുജൂദുകൾ ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. ഏതാണ് ആ സൂറത്ത് എന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്നു 33,000 സംതിങ് ഒരാൾക്ക് കൊടുക്കണോ അല്ല അത് 3 ആക്കി കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ ബഹുഭൂരിഭാഗം ആളുകളും പറഞ്ഞത് അത് 3 പേർക്ക് കൊടുത്താൽ നന്നായിരിക്കുമെന്നാണ്. ഒരുപാട് കുടുംബങ്ങൾ പ്രത്യേകിച്ച് ഈ പെരുന്നാളിന് നല്ല ഭക്ഷണമില്ലാതെ നല്ല വസ്ത്രമില്ലാതെയൊക്കെ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമുക്ക് 3 വിജയികളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് 11,000 രൂപ വെച്ച് സമ്മാനം കൊടുക്കാം. എന്താ നിങ്ങൾ പറയുന്നത്? അതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. റമളാൻ കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് വ്യത്യസ്തങ്ങളായ സമ്മാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഈ സമ്മാനങ്ങളൊക്കെ നൽകുന്നത് ദീൻ പഠിക്കാനുള്ളൊരു പ്രേരണയുണ്ടാകാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം അല്ലാഹു പൂർത്തീകരിക്കട്ടെ. റമളാൻ അനുകൂലമാകുന്ന മുത്തഖീങ്ങളിൽ കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته.
പലരും ചോദിച്ചത് പിന്നെ ശവ്വാലിലെ 6 നോമ്പിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പറഞ്ഞാൽ മതിയല്ലോ. എല്ലാം കൂടെ നേരത്തെ നമ്മൾ ടെൻഷൻ അടിച്ച് വെക്കണ്ട, വിശദമായിട്ട് നമുക്ക് പറയാം. അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ തമ്പുരാനെ, പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാ. വിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയ ചെയ്തവർ, വിശിഷ്യ പെരുന്നാൾ ദിവസം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്കൊക്കെ ഹദിയകൾ എത്തിച്ചു കൊടുക്കണമെന്ന നെയ്യത്തിൽ ഹദിയ ചെയ്ത ആളുകൾ, യാ റബ്ബന, എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ. സങ്കടങ്ങൾ അകറ്റണേ അല്ലാ. മനസ്സമാധാനം നൽകണയല്ല. കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല. പൊന്നുമക്കളെ നേർവഴിക്ക് നടത്തണയല്ല. കുടുംബങ്ങളിൽ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. പടച്ചവനെ, മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ നീ നൽകല്ലയല്ല. ഭക്ഷണത്തിൽ അഭിവൃദ്ധി നൽകണയല്ല. യാ റബ്ബന, യാ റബ്ബന. പടച്ചവനെ, ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കി തരണയല്ല. ഈമാൻ ജീവിച്ചിരിക്കുമ്പോഴും മരണവേളയിലും പൂർത്തീകരിച്ചു തരണയല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിലായി നൽകണയല്ല. റമളാൻ എതിരാകുന്നൊരവസ്ഥയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ തൗബകൾ, മറ്റ് ഇബാദാത്തുകൾ, അതുപോലെ തന്നെ തറാവീഹ്, വിച്ചറുകൾ, എല്ലാം നോമ്പ് തുറയടക്കം എല്ലാം നീ കബൂൽ ചെയ്യണയല്ല. നിന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ് റബ്ബേ? യാ റബ്ബന, യാ റബ്ബന. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. സമാധാനം നൽകണയല്ല. പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണയല്ല. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ സ്നേഹിക്കണയല്ല. ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർക്കൊക്കെ അള്ളാഹുവേ, നിൻ്റെ ദീൻ നിലനിർത്തിയതിൻ്റെ മനോഹരമായ പ്രതിഫലം നീ നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് വിശിഷ്യ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.